Hi and welcome to a new video. So in this video I'll be discussing about matrix convolution method. That is how to find discrete time convolution using matrix method. Actually there are two methods in matrix convolution. രണ്ട് മെത്തേഡുകൾ ഉണ്ട് മാട്രിക്സ് കൺവല്യൂഷനിൽ. അതിൽ എളുപ്പമുള്ള മെത്തേഡാണ് പറയുന്നത്. മറ്റേ മെത്തേഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്സ് ഒന്നും പറയുന്നില്ല, വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ മാത്രം ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതാണ് എളുപ്പമുള്ള മെത്തേഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൺവല്യൂഷൻ ചെയ്യാം. ഓൾറെഡി നമ്മൾ ഗ്രാഫിക്കൽ കൺവല്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടീഡിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇത് അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് y ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് n കൺവല്യൂഷൻ h ഓഫ് n ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം കൺവല്യൂഷൻ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സിഗ്നലുകൾ എക്സ് ഓഫ് എനും എച്ച് ഓഫ് എനും ഉണ്ട്. കൺവല്യൂഷൻ ചെയ്തിട്ട് y ഓഫ് n കിട്ടണം. അപ്പോൾ ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ അത് മെട്രിക്സ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സ്റ്റെപ്പുകളൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് write down the sequences x of n and h of n as shown below. സോ താഴെ കാണിച്ചിട്ടുള്ള പോലെ ഒരു മാട്രിക്സ് പോലെ ഒരു റെക്ടാങ്കുലർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു റോ ആയിട്ട് ഒരു മാട്രിക്സ് എഴുതുക, കോളമായിട്ട് മറ്റേ മാട്രിക്സ് ആയിട്ട് എഴുതുക. അപ്പോൾ അത് ഏത് എഴുതണമെന്നൊന്നുമില്ല, എക്സ് ഇവിടെയും എച്ച് ഇവിടെ എഴുതണമെന്നൊന്നുമില്ല. പിന്നെ അതേപോലെ ഇപ്പോൾ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ തന്നെ ആവണമെന്നില്ല എല്ലാ കേസിലും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എക്സ് വൺ എന്നും എക്സ് ടു എന്നും ഒക്കെയാണ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൺവല്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഡിപ്പെൻസ്. ഇവിടെ ചിലപ്പോൾ എക്സ് വൺ എൻ വരാം, എക്സ് ടു എൻ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ ചൂസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ കേസിൽ തൽക്കാലം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് എക്സ് ഓഫ് എൻ ആണ്. ഇവിടെ എടുത്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എച്ച് ഓഫ് എൻ ആണ്. അപ്പോൾ അത് ആ ഓർഡറിൽ എഴുതുന്നു എന്ന് മാത്രം. പിന്നെ ഇവിടെ ഒരു അസംഷൻ ആയിട്ട് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം ദാറ്റ് ഇനീഷ്യൽ വാല്യൂ സീറോ. ഇനീഷ്യൽ വാല്യൂ സീറോ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓർഡറിൽ എഴുതുക, അത്ര തന്നെ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ഒരു സീക്വൻസ് റോ ആയിട്ട് എഴുതി, മറ്റേ സീക്വൻസ് കോളം ആയിട്ട് എഴുതി. സെക്കൻഡ് ഈസ് multiply each and every samples in x of n with the samples of h of n and formulate a matrix. അപ്പോൾ അതായത് റോ എലമെന്റ്സിനെല്ലാം ഓരോ കോളം എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് എഴുതുക. അപ്പോൾ ഇത് നോക്കുക, എക്സ് ഓഫ് സീറോ എച്ച് ഓഫ് സീറോ, സോ എക്സ് ഓഫ് സീറോ ഇൻറ്റു എച്ച് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ ഇൻറ്റു എച്ച് ഓഫ് സീറോ, എക്സ് ഓഫ് വൺ എച്ച് ഓഫ് സീറോ, എക്സ് ഓഫ് ടു ഇൻറ്റു എച്ച് ഓഫ് സീറോ എഴുതി. അതേപോലെ അടുത്ത റോ ഫിൽ ചെയ്യുക, എക്സ് ഓഫ് സീറോ ഇൻറ്റു എച്ച് ഓഫ് വൺ, എക്സ് ഓഫ് വൺ ഇൻറ്റു എച്ച് ഓഫ് വൺ, എക്സ് ഓഫ് ടു ഇൻറ്റു എച്ച് ഓഫ് വൺ. അതേപോലെ അടുത്ത റോ എത്ര ഉണ്ടോ അത് മുഴുവൻ ഫിൽ ചെയ്ത് പോവുക. അപ്പോൾ ഇത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് അടിയിലേക്ക് എഴുതി വയ്ക്കാൻ മാത്രം. നെക്സ്റ്റ് അടുത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഡിവൈഡ് ദ എലമെന്റ്സ് ഇൻ ദ മാട്രിക്സ് ബൈ ഡ്രോയിങ് ഡയഗണൽ ലൈൻസ്. ഡിവൈഡ് ദ എലമെന്റ്സ് ഇൻ ദ മാട്രിക്സ് ബൈ ഡ്രോയിങ് ഡയഗണൽ ലൈൻസ് ഇവിടെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ ഇത് ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ ഡയഗണൽ എലമെന്റ്സ് വരച്ചു പോകാൻ. ഇപ്പോൾ ഇങ്ങനെയാണ് ഡയഗണൽ എലമെന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതിൽ ഒരെണ്ണേ വരുള്ളൂ. അപ്പോൾ അടുത്ത ഡയഗണലിൽ വരുമ്പോൾ നമുക്ക് രണ്ട് എലമെന്റ് അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അടുത്തത് വരുമ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു ഇതിലേക്ക് വരും. ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. താഴേക്ക് നമുക്ക് എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് എത്രയാണോ ഡയഗണൽസിൻ്റെ എണ്ണം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് ഡയഗണൽസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് പോകേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ആദ്യത്തെ ഒരു ഇത് ഒറ്റയ്ക്ക് ഒരെണ്ണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സം ഓൾ ദ എലമെന്റ്സ് ഇൻ ഈച്ച് സ്ട്രിപ്പ്. ഓരോ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഇത് കാണണം, അതിൻ്റെ ഉള്ളിലത്തെയാണ് സ്ട്രിപ്പ്. ഇപ്പോൾ ഇതൊരു സ്ട്രിപ്പ്. സോ സം ഓൾ ദ എലമെന്റ്സ് ഇൻ ഈച്ച് സ്ട്രിപ്പ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സെയിം ഓർഡർ ടു ഗെറ്റ് വൈ ഓഫ് എൻ. അതായത് ഇപ്പോൾ ഇതൊക്കെ സം ചെയ്ത് നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഇപ്പോൾ എല്ലാ വാല്യൂസും എടുത്ത് എഴുതുക. വൈ ഓഫ് എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആ സമ്മുകൾ എന്താണോ അത് എടുത്ത് എഴുതുക. അത്രയേ വേണ്ടുള്ളൂ. സോ ഫൈനലി നമുക്ക് വൈ ഓഫ് എൻ ഈസ് ഈക്വൽ ടു ഈ കിട്ടുന്ന സം. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്തായാലും അത് എന്താണ്, എക്സ് ഓഫ് സീറോ എച്ച് ഓഫ് സീറോ ആണ് ഫസ്റ്റ് എലമെന്റ് വരിക. അടുത്ത എലമെന്റ് വരുമ്പോൾ അവിടെ രണ്ടെണ്ണത്തിന്റെ കേസ് ഉണ്ട്. എക്സ് ഓഫ് സീറോ എച്ച് ഓഫ് വണ്ണും കൂടി മൾട്ടിപ്ലൈ ചെയ്തതിൽ കൂടെ എന്ത് ആഡ് ചെയ്യണം, എക്സ് ഓഫ് വൺ എച്ച് ഓഫ് സീറോ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക ഏത് വരെ, ലാസ്റ്റത്തെ എലമെന്റ് വരെ, അപ്പോൾ ആ മെട്രിക്സിൽ കഴിയണ വരെ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ ഓഫ് എൻ കിട്ടുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ മെത്തേഡ്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യം മനസ്സിലാവും. So the question is, find the convolution of the sequences x1n equal to 1 minus 1 2 3 and x2n equal to 1 minus 2 3 minus 1. ഇതിൽ x1nലെ ആരോട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ഇതാണ്, അതിൻ്റെ ഒറിജിൻ എന്നാണ്. മറ്റോടത്ത് ഒന്നുമില്ലാത്തതിൻ്റെ അർത്ഥം സ്റ്റാർട്ടിങ് സീറോയിൽ നിന്നാണ്. സീറോത്ത് എന്നിൻ്റെ വാല്യൂ സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒറിജിൻ ആയതുകൊണ്ട് -1 എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. അതായത് n1 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ എന്താ -1 ആണ്. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
x1 n സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് n2 എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. നമ്മളുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് n is equal to n1 plus n2 and that is equal to -1. അപ്പോൾ ഇത് നമുക്ക് അവസാനത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളിത് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ സ്റ്റെപ്പായിട്ട് എഴുതണം എന്നൊന്നുമില്ല, ഒറ്റയടിക്ക് നമുക്കത് ചെയ്തു പോയാൽ മാത്രം മതി. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ, ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഹൊറിസോണ്ടലായിട്ട് എഴുതും. ഇപ്പോൾ ഞാനിവിടെ x1 എന്നാണ് എഴുതുന്നത്. 1 -1 2 3. ഓക്കെ, ഇവിടെ x1n ഞാൻ എഴുതി. പുറത്ത് അതേപോലെ ഞാൻ x2n ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? 1 -2 3 and -1. ഇനി ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ 1 -1 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ വാല്യൂസിനെയും എന്താ അതേപോലെ താഴത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. 2 3. അടുത്തത് -2 വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. സോ -2 × -1 എന്ത് വരും? -2 -2 × -1 2 -2 × 2 -4 -6 വരും. അടുത്തത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 -3 6 9. ലാസ്റ്റത്തെ -1 ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് സൈൻ മാറിയിട്ട് വരും. -1 1 -2 -3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്തത് എന്താ, ഡയഗണൽസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡയഗണൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ഡയഗണൽ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത് ആൻഡ് സെവൻത്ത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. ഇനി ഒന്നും ചെയ്യാനില്ല, സം ചെയ്തിട്ട് ഓർഡറിൽ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മളെ ആൻസർ ആയി. സോ y of n വിൽ ബി ഈക്വൽ ടു എന്താ, ഫസ്റ്റത്തെ എൻട്രി, ഫസ്റ്റത്തെ സ്ട്രിപ്പിലുള്ളത് 1 മാത്രമേ ഉള്ളൂ. അടുത്തതിൽ -2 -1 -2 + -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 അല്ലേ. അപ്പോൾ അത് മനസ്സിലാവാൻ വേണമെങ്കിൽ ഞാനിവിടെ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു -2 -1 ആണ് ആ ഒരു പോയിന്റ് വരുന്നത്. അടുത്ത പോയിന്റിൽ എന്തൊക്കെയാണ്? 3 2 2. സോ 3 + 2 + 2 ആണ് വരിക. അടുത്തതിൽ -1 -3 -1 -3 -4 +3 അത്രയാണ് ആ സ്ട്രിപ്പിൽ കാണാനുള്ളത്. അടുത്തതിൽ വരുന്നത് 1 1 + 6 -6. ഓക്കെ, നെക്സ്റ്റ് -2 + 9, ലാസ്റ്റത്തെ എന്താ, -3. ഇതാണ് നമ്മളുടെ y of n എന്നുള്ള പറയുന്ന ആൻസർ. അപ്പോൾ അത് ജസ്റ്റ് സം ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 1 -3 7 -5 1 7 and -3. ഇതാണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഈ ആൻസറിൽ ഒരു കാര്യം കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഏതാ, സ്റ്റാർട്ടിംഗ് പോയിന്റ് -1ലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ത് വരിക, ഒറിജിൻ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാലാണ് ആൻസർ അവിടെ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വേറൊരു മെത്തേഡും കൂടി ഉണ്ട്, മാട്രിക്സ് മെത്തേഡിൽ എന്ന് പറഞ്ഞു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് മാട്രിക്സ് ഫോം ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡുകളാണ്. അപ്പോൾ 2 മാട്രിക്സുകൾ ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ അതിൻ്റെ മെത്തേഡ് 2 പറയാം. സോ ക്വസ്റ്റ്യൻ ഈസ്, കൺക്ലൂഷനാണ് കാണേണ്ടത്. നമുക്ക് x1 എന്ന് പറഞ്ഞിട്ടുള്ള സീക്വൻസ് ലെറ്റ് ഇറ്റ് ബി 1 -2 3 and 1, and second sequence x2 of n is equal to 2 -3 and -2. ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓരോന്നിലത്തും എലമെന്റ്സ് ഞാൻ ക്യാപിറ്റൽ N വെച്ചിട്ട്, ഫസ്റ്റത്തെ ടോട്ടൽ എലമെന്റ്സിനെ ക്യാപിറ്റൽ N1 എന്നും സെക്കൻഡിലത്തെ ടോട്ടൽ എലമെന്റ്സിനെ ക്യാപിറ്റൽ N2 എന്നും എഴുതിയെന്ന് വിചാരിക്കുക. N1 and N2. N1 അപ്പോൾ എത്ര, ഇവിടെ 4 എലമെന്റ്സ്, സെക്കൻഡിൽ 3 എലമെന്റ്സ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടുന്നതിൽ എത്ര എലമെന്റ്സ് ആണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ n ഈക്വൽ ടു n1 + n2 - 1 എലമെന്റ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. അപ്പോൾ 4 + 3 - 1 which is equal to 6 എലമെന്റ്സ് ആണ് വരിക. അപ്പോൾ നമുക്കൊരു 6/6ന്റെ മാട്രിക്സ്, 6/4ന്റെ മാട്രിക്സ് നമുക്ക് വേണ്ടി വരും. അതായത് 2 മാട്രിക്സുകളാണ് ഇവിടെ ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സേ നമുക്കിവിടെ x1 എന്ന് പറയുന്ന ഒരു മാട്രിക്സ് മൾട്ടിപ്ലൈഡ് ബൈ x2 മാട്രിക്സ് വിൽ ഗിവ് y മാട്രിക്സ്. അതാണ് നമ്മളുടെ ആൻസർ ആയിട്ടുള്ള മാട്രിക്സ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഈ x എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഓർഡർ വരിക ഈ 6 ബാർ മറ്റേ എന്താ 4 എന്നുള്ള
രീതിയിലാണ് നമുക്ക് ഓർഡർ വരുന്നത്. ജസ്റ്റ് എന്താ പറയുക, ഈ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സീക്വൻസ് എടുത്തിട്ട് ചെറുതെടുക്കുന്നതാണ് എളുപ്പം. ഇതെടുത്തിട്ട് ബാക്കി നമ്മളവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാലാണ് ബൈ 4 വരുന്നത്. ഇപ്പോൾ ഇതാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6/3 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ തൽക്കാലം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് എടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ x2 ഇത് x1 വെച്ചിട്ടാണ് മാട്രിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാട്രിക്സ് ഉണ്ടാക്കുക പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കോളമായിട്ട് എഴുതുക. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കോളം ആയിട്ട് എന്തിനെ എഴുതുക, ഈ സെക്കൻഡ് ഇതിനെ എഴുതുക, ബാക്കി 6 ആവാൻ വേണ്ടിയിട്ട് ബാക്കിയൊക്കെ 0 കൊടുക്കുക. സോ 2 -3 -2 0 0 0. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എലമെന്റ് ഷിഫ്റ്റ് ചെയ്ത് എഴുതുക. ഇവിടുന്ന് മേലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പോയിന്റ് അല്ലെങ്കിൽ ഇത് താഴേക്ക് ഷിഫ്റ്റ് ആയിട്ട് എഴുതുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 2 -3 -2 0 0 0. അടുത്ത ഒന്നുകൂടിയും ഷിഫ്റ്റ് ചെയ്യുക. 2 -3 -2 0 0 0. വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. 2 -3 -2 0 0 0. വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. വീണ്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 2 -3 -2 0 0 0. വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അവിടെ നമ്മൾ ഈ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പറഞ്ഞ എത്ര 6/4 മാട്രിക്സ്. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഈ മേലെ ഉണ്ടായിരുന്ന നേരെ താഴേക്ക് എത്തുന്ന വരെ 6/4 മാട്രിക്സ് ആയി. ഇനി ഇതിനെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മറ്റേ മാട്രിക്സ് കോളമായിട്ട് എഴുതുക. 1 -2 3 1. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ കിട്ടും. സോ റോ ഇൻറ്റു കോളം ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ആൻസർ വരിക. ഫസ്റ്റത്തെ റോ ഇൻറ്റു കോളം ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കി നോക്കുക. റോ ഇൻറ്റു കോളം, ഫസ്റ്റ് റോ ഇൻ ഫസ്റ്റ് കോളം 2 മാത്രമേ ഉള്ളൂ. 2 ഇൻറ്റു 1 വരുമ്പോൾ 2 വരും. അടുത്തതേപോലെ ചെയ്താൽ -7 വരും. നെക്സ്റ്റ് 10 വരും. -3 -9 -2. ഇതാണ് വരിക. അപ്പോൾ ഇത് ജസ്റ്റ് എടുത്ത് എഴുതിയ ആൻസർ ആയി. സോ ദെർഫോർ y of n ഈസ് ഈക്വൽ ടു നമ്മളൊരു ഇതായിട്ട് എഴുതിയാൽ മതി. -7 10 -3 -9 -2. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും എളുപ്പം മറ്റേ മെത്തേഡ് തന്നെയാണ്. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ഒക്കെയാണ്. മറ്റേത് ഉപയോഗിച്ചാൽ മതി.